Morning all. Today we can discuss about insurance. This is the last part of your Indian financial system, and this topic we have already discussed it in your fourth semester banking and insurance. അപ്പോൾ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യുകയാണ്, റീക്യാപ്പ് അടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇൻഷുറൻസ് എന്നുള്ളത് നോക്കാം. സോ ഇൻഷുറൻസ് അതിൻ്റെ മീനിങ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ്. രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. ആരൊക്കെയാണ് ഈ രണ്ട് പാർട്ടീസ്? ഒന്ന് ഇൻഷുററും ഒന്ന് ഇൻഷുവേർഡും. ഇൻഷുവേർഡ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ വേണ്ടയാൾ. ഇൻഷുറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നയാൾ. ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റാണ്, അറേഞ്ച്മെൻ്റാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് എന്തിനാണ് വേണ്ടത്? എന്തെങ്കിലും ഫ്യൂച്ചർ ലോസ് അല്ലെങ്കിൽ റിസ്ക് മുന്നിലുണ്ടെങ്കിൽ അത് തന്നെത്താൻ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇൻഷുവേർഡ്, അവരെ ദേ വിൽ ട്രൈ ടു ഗെറ്റ് ഇൻഷുവേർഡ്. അങ്ങനെയുള്ളവർ ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യപ്പെട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ ആയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു ഇൻഷുററുമായിട്ട്. സോ ഇൻഷുവേർഡ് മീൻസ് ഇൻഷുറൻസ് കവറേജ്. ഇൻഷുറർ വിൽ ഗീവ് ഇൻഷുറൻസ് കവറേജ്. ഓക്കെ, അപ്പോൾ ഇൻഷുവേർഡ് കൃത്യമായിട്ട് പ്രീമിയം അടയ്ക്കുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക്. അതുകൊണ്ടാണ് ഇൻഷുറർ ഈസ് എഗ്രീയിങ് ടു കോമ്പൻസേറ്റ് ദ ഇൻഷുവേർഡ്. സോ അതാണ് ഇൻഷുറൻസിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് ഒരു എഗ്രിമെൻ്റാണ്, ഒരു കോൺട്രാക്റ്റാണ് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഷുവേർഡ്. ഇൻഷുവേർഡ് ഈസ് പേയിങ് പ്രീമിയം ടു ഇൻഷുറർ ആൻഡ് ഇൻഷുറൻസ് വിൽ ഡെഫിനറ്റ്ലി കോമ്പൻസേറ്റ് ദ ഇൻഷുവേർഡ് ഇഫ് സംതിങ് ഹാപ്പൻഡ്. കൺസെപ്റ്റ് ഓഫ് ഇൻഷുറൻസ് നമുക്ക് നോക്കാം. ഇൻഷുറൻസ് മീൻസ് എ പ്രോമിസ് ഓഫ് കോമ്പൻസേഷൻ ഫോർ എനി പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ ലോസസ്. അതൊരു പ്രോമിസാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോമിസ് ഗിവൺ ബൈ ദ ഇൻഷുറർ ടു ദ ഇൻഷുവേർഡ്. ഇഫ് സം ലോസസ് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ ദെൻ ദേ വിൽ കോമ്പൻസേറ്റ്. ഒരു പ്രോമിസാണ്, ഒരു കോൺട്രാക്റ്റാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോമിസ് കൊടുക്കുന്നത് ഇൻഷുറർ ഇൻഷുവേർഡിന്? ബിക്കോസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദി പേയ്മെൻറ്റ്സ് ഫ്രം ദ ഇൻഷുവേർഡ് called premium, the insurer agrees to pay the policy holder some money upon the occurrence of the specific event. So the insured, insurance പരിരക്ഷ ആവശ്യമുള്ള insured is paying premium to the insurer company, insurer regularly. അതുകൊണ്ടാണ് the insurer or the insurer company is promising the insured that if something happen in the future or the event which is mentioned in the contract happened in the future, then definitely they will compensate the policy holder or the insured by paying a sum of money എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈസ് എക്സ്പോസ്ഡ് ടു സിമിലർ റിസ്ക് കം ടുഗദർ ആൻഡ് മേക്ക് കോൺട്രിബ്യൂഷൻ ടു ദ ഫോർമേഷൻ ഓഫ് ദി പൂൾ ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നു. അപ്പോൾ അതെന്താണ്? ഇപ്പോൾ നമുക്കറിയാം, ഒരു മർച്ചൻ്റ്, ഒരു കടക്കാരനാണ്. അയാൾക്ക് ഫയർ ഇൻഷുറൻസ്, തീപിടുത്തവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി അയാൾ ഒരു ഫയർ ഇൻഷുറൻസിലേക്ക് ഏർപ്പെടുന്നു. റൈറ്റ്? സോ ഇൻഷുറൻസ് കമ്പനി കോൾഡ് ഡെൽറ്റ ഇൻഷുറൻസ് കമ്പനി ഈസ് പ്രൊവൈഡിങ് ഇൻഷുറൻസ്. അപ്പോൾ ഈ ഡെൽറ്റ ഇൻഷുറൻസ് കമ്പനി ഈസ് ഗെറ്റിംഗ് പ്രീമിയം ഫ്രം ദിസ് പർട്ടിക്കുലർ മർച്ചൻറ്റ്. ദർ വിൽ ബി മെനി അതർ പീപ്പിൾ ഹൂ ഈസ് എക്സ്പോസ്ഡ് ടു ദ സിമിലർ കൈൻഡ് ഓഫ് റിസ്ക്, ദാറ്റ് ഈസ് ഫയർ. കുറേ മർച്ചൻസ് ഉണ്ടാവുമല്ലോ. ഈ ഒരു മർച്ചൻ്റ് മാത്രമല്ലല്ലോ ഫയർ എന്നുള്ള ഒരു സംഗതി പേടിച്ചിരിക്കുന്നത്. സോ ദർ വിൽ ബി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു വിൽ ബി എക്സ്പോസ്ഡ് ടു ദിസ് സിമിലർ റിസ്ക്. സോ ദോസ് പീപ്പിൾ, ഓൾ പീപ്പിൾ വിൽ കം ആൻഡ് വിൽ ഗെറ്റ് ഇൻ ടു എ കോൺട്രാക്ട് ഓർ ഗെറ്റ് ഇൻ ടു ആൻ ഇൻഷുറൻസ് വിത്ത് ദിസ് പർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനി, ദാറ്റ് ഈസ് ഡെൽറ്റ. So this company is getting a pool of fund from the contributions made by those people who is exposed to this similar kind of risk in the name of premium. അപ്പോൾ ഒരേ ടൈപ്പ് റിസ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാവരുടെ കയ്യിൽ നിന്നും ഈ പ്രീമിയം ഒരു കമ്പനിക്ക് കിട്ടുന്നു. സോ ദാറ്റ് മീൻസ് ദേ ആർ ഗെറ്റിംഗ് എ പൂൾ ഓഫ് ഫണ്ട്. ആ പ്രീമിയത്തിൻ്റെ രൂപത്തിലാണ് അത് കിട്ടുന്നത്. സോ ദ കോൺട്രിബ്യൂഷൻ ടു ദ പൂൾ ഓഫ് ഫണ്ട് ഈസ് മെയ്ഡ് ബൈ ദി ഇൻഷുർഡ് ആൻഡ് ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ദ ഇൻഷുറർ കമ്പനി ഇൻ ദ ഫോം ഓഫ് പ്രീമിയംസ്. അതാണ് ഇൻഷുറൻസിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അനദർ ബ്യൂട്ടിഫുൾ ഡെഫിനിഷൻ വിച്ച് ഈസ് ഗിവൺ ബൈ ഘോഷ് ആൻഡ് അഗർവാൾ ടു ഇൻഷുറൻസ് ഈസ് ഇറ്റ് ഈസ് എ കോപ്പറേറ്റീവ് ഫോം ഓഫ് distributing certain risk over a group of persons who are exposed to it. സോ നമുക്ക് ഒരു റിസ്ക് ഉണ്ട്, നമ്മൾ ആ റിസ്ക് തന്നെത്താൻ എടുക്കുന്നതിലും ഇതായിട്ട് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ആ റിസ്ക്. അതേ ടൈപ്പ് റിസ്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാവരിലേക്കും നമ്മൾ റിസ്ക്
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ബിക്കോസ് വി ഓൾ ആർ കോൺട്രിബ്യൂട്ടിങ് ടു ദി പ്രീമിയം. വി ഓൾ ആർ പേയിങ് ദ മണി ആസ് പ്രീമിയം ടു ദി ഇൻഷുറൻസ്. അങ്ങനെ നമ്മൾ റിസ്ക് എന്താ പറയുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് നമുക്ക് പറയാം. സോ ഇൻഷുറൻസ് ഈസ് എ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് എ ഫിനാൻഷ്യൽ ലോസ് അറൈസിങ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഇനി ഇൻഷുറൻസിൽ പ്രധാനപ്പെട്ട ടേംസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇൻഷുർഡ്, ഇൻഷുറർ, ബെനിഫിഷ്യറി, ഇൻഷുറൻസ് പോളിസി, പ്രീമിയം, ഇൻഡിമിനിറ്റി. അപ്പോൾ അതിൽ ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യമുള്ള ആൾ, അയാളാണ് എന്ത് ചെയ്യുന്നത്, നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു നഷ്ടപരിഹാരം വേണം. സോ ദാറ്റ്സ് ദ ഇൻഷുർഡ്. എ പേഴ്സൺ സീക്കിംഗ് സം ഷ്യൂരിറ്റി അഗെയിൻസ്റ്റ് ദ പോസിബിൾ ലോസ്. ഹി നീഡ്സ് പ്രൊട്ടക്ഷൻ. ഹി ഗെറ്റ് ടു ബി ഇൻഷുർഡ്. അതാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹൂ ഈസ് പ്രോമിസിങ് that they will compensate. The person contracting to indemnify against the loss. Indemnify, നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്ന ആളാണ് ഇൻഷുറർ. ബെനിഫിഷ്യറി, ദ പേഴ്സൺ ടു ഹൂം ഇൻഡിമിനിറ്റി ഈസ് പെയ്ഡ്. നഷ്ടപരിഹാരം ലഭിക്കുന്ന ആൾ ബെനിഫിഷ്യറി. നോർമലി ഇൻഷുർഡും ബെനിഫിഷ്യറിയും ഒരാൾ തന്നെ ആവാനാണ് സാധ്യത. ഇൻ കേസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്, നമ്മൾ ലൈഫാണ് ഇൻഷുർ ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് ഇവൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മരിച്ച ആൾക്ക് നഷ്ടപരിഹാരം കൈപ്പറ്റാൻ പറ്റില്ല. സോ ഇൻ ദാറ്റ് കേസ് ദ ബെനിഫിഷ്യറി സ്റ്റേറ്റഡ് ബൈ ദ ഇൻഷുർഡ് വിൽ ഗെറ്റ് ദി മണി. അതാണ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് ആണ്. ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ്. സോ ഇറ്റ് ഈസ് എ റിട്ടൺ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്. അതാണ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. പ്രീമിയം, എന്താണ് പ്രീമിയം? പ്രീമിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട്, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ്. ഇൻഷുർഡിന് ഇൻഷുറൻസ് പരിരക്ഷ വേണം. അപ്പോൾ അതിനുവേണ്ടി അയാൾ ചെയ്യുന്നതാണ് പ്രീമിയം അടയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ സത്യം പറഞ്ഞാൽ ഇൻഷുർഡിൻ്റെ ജോലി എന്താണ്? പ്രീമിയം തെറ്റാതെ അടയ്ക്കുക എന്നുള്ളത്. ഇൻഷുററിൻ്റെ ജോലി എന്താണ്? എന്തെങ്കിലും നഷ്ടപരിഹാരം നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷുററിൻ്റെ ജോലി. സോ പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രൈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ഇൻ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഹിസ് പാർട്ട് ഇൻ ദ കോൺട്രാക്ട്. അയാൾ കോൺട്രാക്ട് പ്രകാരം അയാളുടെ ഭാഗം എന്താണ്? ഈ തെറ്റാതെ പ്രീമിയം അടയ്ക്കുക എന്നുള്ളതാണ്. ഈ പ്രീമിയത്തിൻ്റെ കൺസിഡറേഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ ഈ പ്രീമിയം എന്നുള്ളതിൻ്റെ ഒരു എക്സ്ചേഞ്ച് ആയിട്ടാണ് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി നഷ്ടപരിഹാരം തരിക. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ എമൗണ്ട് പെയ്ഡ് വെൻ എ ലോസ് ഹാസ് ബീൻ ഇൻകേർഡ്. ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറർ കമ്പനിയുടെ ഉദ്ദേശം എന്താണ്? നഷ്ടപരിഹാരം, ഇൻഡെമിനിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ആർ ദ മെയിൻ പാർട്ടീസ് ഓർ മെയിൻ ടേംസ് ഇൻ ഇൻഷുറൻസ്. ഇത് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറൻസ് നോക്കാം. പ്രധാനമായിട്ട് എന്താണ്? ഷെയറിങ് റിസ്ക്. ഒരാൾ തന്നെ അയാളുടെ റിസ്ക് എടുക്കുന്നതിലും എത്രയോ നല്ലതാണ് ഇഫ് ഹി ഹാസ് ടേക്കൺ എ പർട്ടിക്കുലർ ഇൻഷുറൻസ്, ദെൻ ഹി ഈസ് ഷെയറിങ് ദ റിസ്ക് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഈസ് എക്സ്പോസ്ഡ് ടു ദ സിമിലർ കൈൻഡ് ഓഫ് റിസ്ക്. ഒരു കമ്പനി, ഇൻഷുറൻസ് കമ്പനി, അവർ നോക്കിക്കോളും എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കോമ്പൻസേറ്റ് ചെയ്തോളും. സോ ഹീസ് ഷെയറിങ് റിസ്ക്. ആൻഡ് ഇറ്റ് ഈസ് എ കോപ്പറേറ്റീവ് ഡിവൈസ്. ഇറ്റ് ഈസ് എ കോപ്പറേറ്റീവ് ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു പമ്പ് ഫണ്ട് ഫ്രം ദോസ് പീപ്പിൾ ഹു ഈസ് എക്സ്പോസ്ഡ് ടു സിമിലർ കൈൻഡ് ഓഫ് റിസ്ക്. പിന്നെ വാല്യൂ ഓഫ് റിസ്ക്. നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ പ്രീമിയം തുക നിശ്ചയിക്കുന്നത്, നമുക്ക് കോമ്പൻസേഷൻ കിട്ടുന്നതൊക്കെ നമ്മൾ എത്രമാത്രം റിസ്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ആ റിസ്കിനനുസരിച്ചുള്ള ആ റിസ്ക് വാല്യൂ ചെയ്തിട്ട് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ പ്രീമിയം അടയ്ക്കുകയും നമുക്ക് കോമ്പൻസേഷൻ കിട്ടുകയൊക്കെ ചെയ്യുക. പേയ്മെൻറ്റ് അറ്റ് കണ്ടിൻജൻസി. നമ്മൾക്കൊരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടിൻജൻസിയുടെ സമയത്ത് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇൻഷുറൻസിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ്. ദി എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ലോസ് ഓഫ് ഗോഡ്. നമുക്ക് നഷ്ടപരിഹാരം, കോമ്പൻസേഷൻ കിട്ടുമെന്ന് പറഞ്ഞു ഇൻഷുറർ കമ്പനിയിൽ നിന്ന്. ഒന്നെങ്കിൽ ഇൻഷുറൻസ് തുക എത്രയ്ക്കാണോ ആ ഇൻഷുറൻസ് ഉള്ളത്, കോൺട്രാക്റ്റ് ഉള്ളത്, അതല്ലെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം അസസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ വിച്ച് എവർ ഇസ് ലെസ് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് ദി എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ്. പിന്നെ എ ലാർജ് നമ്പർ ഓഫ് ഇൻഷുർഡ് പേഴ്സൺസ്, എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഹൂ ഈസ് എക്സ്പോസ്ഡ് ടു സിമിലർ കൈൻഡ് ഓഫ് റിസ്ക്. അവരെല്ലാവരും ഉണ്ടാവും. അതാണ് ഈ ലാർജ് നമ്പർ ഓഫ് ഇൻഷുർഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ അത് ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് ആണ്. എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ്? പ്രധാനമായിട്ട് പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട്, സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്. പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു റിസ്ക് ഷെയർ ചെയ്യുന്നത് തന്നെയാണ്. ദ റിസ്ക് ഹാസ് ബീൻ ഷെയർഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് ടു ദ കമ്പനി. പിന്നെ ഇൻഷുറൻസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ. ഡെഫിനറ്റ്ലി ഇഫ് വി ഹാവ് ഇൻഷുറൻസ് വി ഹാവ് സം കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ദെയർ. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ ലോസസ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടും എന്നുള്ളൊരു വലിയ കാര്യമുണ്ട് അതിൽ. And insurance provide certainty. We know that the future is uncertain, and like that the unexpected future losses are also uncertain. അങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്ന വഴിയായിട്ട് വി ആർ ഗെറ്റിംഗ് എ സെർട്ടേണിറ്റി. അൺസർട്ടൻ ആയിട്ടുള്ള ഇവൻസിന് ഒരു സെർട്ടേണിറ്റി ലഭിക്കുന്നു ഇൻഷുറൻസ് എടുക്കുന്നത് വഴിയായിട്ട്. ഇനി സെക്കൻഡറി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഡെഫിനറ്റ്ലി പ്രിവെൻഷൻ ഓഫ് ലോസ്.
ഒരു ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടങ്ങൾ നികത്താൻ നമുക്ക് സാധിക്കുന്നു. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ക്യാപിറ്റൽ ടു ദി എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് ലൈക്ക് ഇറ്റ് ഗിവ്സ് എഫിഷ്യൻസി, ഇംപ്രൂവ്സ് എഫിഷ്യൻസി ഓൾസോ. ഈ ആൾക്കാരുടെ കയ്യിലുള്ള പണങ്ങൾ എല്ലാം നമുക്ക് പ്രീമിയമായിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പമ്പ് ചെയ്യുക. ആ ഇൻഷുറൻസ് കമ്പനി നമുക്ക് പിന്നീട് ആ ഒരു കമ്പനിക്ക് ആ ഫണ്ട് എന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയൊക്കെ ചെയ്യാം. ഇഫ് 1000 പീപ്പിൾ ഹാവ് ബീൻ ഇൻഷുർഡ്, അതിൽ 1000 പീപ്പിളിനും ഈ പറഞ്ഞ പോലെ ഒരു നഷ്ടം ഉണ്ടായിക്കോണമെന്നില്ല, ചിലപ്പോൾ ഒരു 10 പേർക്കാകും ഉണ്ടാവുക. അപ്പോൾ ബാക്കി തുക എന്ന് പറയുന്നത് ഇറ്റ്സ് ബെനിഫിറ്റ്, ഇറ്റ്സ് എ ഇൻകം ഫോർ ദ കമ്പനി. So the company can invest this money for other infrastructure facilities and other infrastructure or manufacturing methods. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് അവർക്ക് ഫണ്ട് വിനിയോഗിക്കാം. അപ്പോൾ അതൊക്കെയാണ് അത് മൊത്തത്തിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? എക്കോണമിയിലേക്ക് കൂടുതൽ പണം വരും, കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവും. അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസും ഇൻഷുറൻസിനുണ്ട്. അടുത്ത നമ്മൾ നോക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഇൻഷുറൻസ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. എന്താണ് ഇൻഷുറൻസും എക്കണോമിക് ഡെവലപ്മെൻറ്റും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ടും ഇൻഷുറൻസ് എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് സഹായിക്കുക? ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഈ ആൾക്കാരുടെ കയ്യിലുള്ള പണം ഇൻഷുറൻസിൽ ചേരുന്നത് വഴിയായിട്ട് ഇറ്റ് ഈസ് പമ്പ്ഡ് ടു ദി ഇൻഷുറൻസ് കമ്പനി ഇൻ ദ ഫോം ഓഫ് പ്രീമിയം. അപ്പോൾ ആ കമ്പനിക്ക് പൈസ കിട്ടുന്നു, ആ കമ്പനിക്ക് ആ പൈസ മറ്റ് കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വേണ്ടി ഉപയോഗിക്കാം. ആ കമ്പനിയുടെ ഇൻകം കൂടുന്നു, ആ കമ്പനി തന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു. അപ്പോൾ ആ കമ്പനിക്ക് ഷെയറുകൾ ഉണ്ടാവുന്നു, ആ ഷെയറുകൾ വാങ്ങാൻ മറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകുന്നു. സോ ദ മണി ഈസ് ഗെറ്റിംഗ് റിവോൾവ്ഡ് ബിക്കോസ് ഓഫ് ദിസ് പർട്ടിക്കുലർ ടൂൾ, ദാറ്റ് ഈസ് ഇൻഷുറൻസ്. Money is pumped into the economy and it is getting revolved in the economy, and like that the economic development will happen. It's because of this particular tool, insurance. And it is providing capital to infrastructure and other long term investment. നമ്മൾ അങ്ങനെയുള്ളൊരു കമ്പനിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴിയായിട്ട് ഡെഫിനറ്റ്ലി ദ കമ്പനി ഈസ് ഗെറ്റിംഗ് മോർ മണി, മോർ ക്യാപിറ്റൽ. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അതർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ ബെനിഫിറ്റ് ഓഫ് ഇൻഷുറൻസ് ടു ബിസിനസ് ആൻഡ് ട്രേഡ്. To those people, to those business and trade which is having a lot of risk, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഇൻഷുറൻസ് കൊണ്ട്. ആൻഡ് ദ കമ്പനീസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം കോൺസിക്വൻസസ് ഓഫ് ദി ലോസ്. കമ്പനിക്ക് ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പല ടെക്സ്റ്റൈൽസിനും തീപിടുത്തമോ മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള കേസുകളിലൊക്കെ ദ കമ്പനീസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ദ കോൺസിക്വൻസസ് ഓഫ് ലോസ് ബിക്കോസ് ദേ ഹാവ് ഇൻഷുറൻസ്. എൻകറേജസ് ദ ബിസിനസ്മെൻ ടു ഇൻവെസ്റ്റ് ഫ്രീലി ഇൻ ബിസിനസ് എൻ്റർപ്രൈസസ്. വളരെ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു, കാരണം റിസ്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കമ്പനി വിൽ കോമ്പൻസേറ്റ്. ആൻഡ് ഇറ്റ് റൂട്ട്സ് ഫോർ ദ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ. ആൻഡ് ഇറ്റ്സ് എ സ്ട്രോങ് കോംപ്ലിമെൻ്ററി ബിറ്റ്വീൻ ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ്. Definitely, banking business has increased in India just because of this particular insurance as a tool. ബാങ്കിങ് ഇൻഡസ്ട്രി ഇത്രയധികം വളരാൻ ഒരു വലിയ ഫാക്ടറായത് ഈ ബാങ്കിങ്ങിനോട് ചേർന്ന് നമ്മൾ കൊടുക്കുന്ന ഇൻഷുറൻസ് കവറേജുകളും പരിരക്ഷയൊക്കെയുള്ളതാണ്. സോ ബാങ്കിങ് എന്ന് പറഞ്ഞ ബിസിനസ് വളരെയധികം കൂടാൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ടൂൾ വളരെ സഹായകരമായിട്ടുണ്ട്. ആൻഡ് ഇറ്റ് എൻകറേജസ് ദ റിസ്ക് അവേഴ്സ് ഓൺടർപ്രണേഴ്സ്. There are many people who likes to start enterprises but they are very much reluctant to take risk. അങ്ങനെ റിസ്ക് അവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നത് വഴിയായിട്ട് ദേ ആർ ഗെറ്റിംഗ് ദി കറേജ് ടു സ്റ്റാർട്ട് ബിസിനസ്സസ്. അപ്പോൾ അങ്ങനെയുള്ളവരെ എൻകറേജ് ചെയ്യുന്നു ഈ ഇൻഷുറൻസ്. സോ ലൈക്ക് അപ്പോൾ അങ്ങനെ കൂടുതൽ ഓണ്ടർപ്രണേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും കൂടുതൽ വെഞ്ചേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റും അങ്ങനെ ഉണ്ടാവും. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ് പലതുണ്ട്. ദ പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിമിനിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ, പ്രിൻസിപ്പിൾ ഓഫ് സബ്വേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ലോസ് മിനിമൈസേഷൻ, ദ പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മൾ കാണാൻ പോവുകയാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഇപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ എന്താണ്? വി നോ ദാറ്റ് ദ കോൺട്രാക്ട് ഈസ് ബിറ്റ്വീൻ ടു പേഴ്സൺസ്, ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ്. So according to this principle, the insurance contract must be signed by both parties, insurer and insured, in absolute good faith and belief or trust. ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഇൻഷുററും ഇൻഷുർഡും തമ്മിൽ ഏറ്റവും നല്ല വിശ്വാസത്തോടു കൂടി വേണം ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ. ഇൻഷുറർ എല്ലാ വിവരങ്ങളും എന്ന് വെച്ചാൽ ഈ പോളിസിയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇൻഷുറർ കമ്പനി ഇൻഷുർഡിന് ഷെയർ ചെയ്തിട്ടുണ്ടാവണം. ഇൻഷുർഡ് അയാളുടെ പോളിസിക്ക് വെച്ചിരിക്കുന്ന സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഇൻഷുറർ കമ്പനിയോടും ഷെയർ ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ ഈ രണ്ട് പേരും വിശ്വസ്തയോടുകൂടി എല്ലാ ഡീറ്റെയിൽസും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാകണം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് പറയുന്നത്. ദ പേഴ്സൺ ഗെറ്റിംഗ് ഇൻഷുർഡ് must willingly disclose and surrender to the insurer company his complete true information regarding the subject matter of the insurance.
അയാൾ ലൈഫ് ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അയാളുടെ ലൈഫിനെക്കുറിച്ച്, അയാളുടെ രോഗവിവരങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കാതെ എല്ലാം ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാകും. The insurer's liability, a company's liability will get void, legally revoked, എപ്പോൾ if any facts about the subject matter of the insurance are either omitted or hidden or falsified or presented in a wrong manner by the insured. ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യമുള്ള അയാളുടെ സംഗതികൾ, വിവരങ്ങൾ കൃത്യമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇൻഷുറൻസ് കമ്പനിയെ ബോധിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the insurer will not have any liability to compensate him. അതേപോലെ തന്നെ the insurance company should also give good and full disclosure of all details regarding the policy to the insured. So both of these person who is getting into the contract should have utmost good faith. അവരെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ക്ലോസ് ചെയ്യണം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് പറയുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്. എന്താണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? ഒന്ന് ശ്രദ്ധിക്കുക, എന്താണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്? എ പേഴ്സൺ ഈസ് സെഡ് ടു ഹാവ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോപ്പർട്ടി ഇഫ് ഹി ഈസ് ഫിനാൻഷ്യലി ബെനിഫിറ്റഡ് ബൈ ഇറ്റ്സ് എക്സിസ്റ്റൻസ് ആൻഡ് ഈസ് ബയസ്ഡ് ബൈ ഇറ്റ്സ് ലോസ്, ഡിസ്ട്രക്ഷൻ ഓർ നോൺ എക്സിസ്റ്റൻസ്. നമ്മൾ വെച്ചിരിക്കുന്ന ഇൻഷുറൻസ് വെച്ചിരിക്കുന്നതിലെ ആ സബ്ജക്റ്റ് മാറ്ററിൻ്റെ മുകളിൽ നമുക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ. ഈ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇൻഷുറൻസ് വെച്ചിരിക്കുന്ന ആ ഒരു വസ്തു കൊണ്ട് നമ്മൾക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്, ആ ഒരു വസ്തുവിൻ്റെ എക്സിസ്റ്റൻസിൽ നിന്ന് നമുക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആണ് നമുക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ ഓണർ ഓഫ് എ ടാക്സി ക്യാബ് ഹാസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഓവർ ദ ടാക്സി ക്യാബ് ബിക്കോസ് ഹീ ഈസ് ഗെറ്റിംഗ് ഇൻകം ഫ്രം ഇറ്റ്. അപ്പോൾ ഒരു ഓണർ, ഒരു ടാക്സി കാറിൻ്റെ ഓണർ, അയാൾ ആ ടാക്സി കാറാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് അതിൻ്റെ മുകളിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. ബിക്കോസ് ഓഫ് ദ ടാക്സി കാർ ഹീ ഈസ് ഗെറ്റിംഗ് എൻ ഇൻകം, റൈറ്റ്? ഹീ ഈസ് ഗെറ്റിംഗ് ഫിനാൻഷ്യലി ബെനിഫിറ്റഡ്. വേറൊരു കേസ് നോക്കുക. ബട്ട് ഇഫ് ഹി സെൽസ് ഇറ്റ് ഹി വിൽ നോട്ട് ഹാവ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ലെഫ്റ്റ് ഇൻ ദ ടാക്സി ക്യാബ്. അപ്പോൾ ആ സമയത്ത് അയാൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടില്ല. സോ ഫ്രം ദ എബോവ് എക്സാമ്പിൾ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് the ownership plays a very crucial role in evaluating insurable interest. Every person has an insurable interest of his own life. A merchant has insurable interest in his business of trading. Similarly, a creditor has insurable interest in his debtor. അപ്പോൾ നമ്മൾക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു വസ്തുവിൻ്റെ മുകളിൽ വേണം നമ്മൾക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഒരു ഓണർഷിപ്പ് ഉണ്ടാവാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി, നഷ്ടപരിഹാരം കിട്ടുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം. ദ ഇൻഷുറൻസ് കോൺട്രാക്ട് എന്താണ് പറയുന്നത്? ഇൻഡെമിനിറ്റി മീൻസ് ദ ഗ്യാരണ്ടി ഓർ അഷുറൻസ് ടു പുട്ട് ദ ഇൻഷുർഡ് ഇൻ ദ സെയിം പൊസിഷൻ ഇൻ വിച്ച് ഹി വാസ് ഇമ്മീഡിയറ്റ്ലി പ്രിയോർ ടു ദി ഹാപ്പനിങ് ഓഫ് ദി അൺസർട്ടൺ ഇവൻറ്റ്. ഇപ്പോൾ ഞാൻ പറയാം, ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്യാരണ്ടി ഓർ എ പ്രോമിസ് ഓർ എൻ അഷുറൻസ് ഗിവൺ ബൈ ദ ഇൻഷുറർ ടു ദ ഇൻഷുർഡ്. എന്താണ് ആ പ്രോമിസ്? ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് നടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കാമെന്നുള്ളത്. ഓക്കെ, ഒരു തീപിടുത്തം ഉണ്ടാവുന്ന അവസ്ഥയ്ക്ക് മുമ്പ് ആ കട എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിലേക്ക്, അതിനേക്കാളും മികച്ചതാക്കാവുന്നോ അതിനേക്കാളും മോശമാക്കാവുന്നതോ അല്ല ഇൻഷുറൻസ് കമ്പനി പറയുന്നത്. ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് കൊടുക്കുന്ന പ്രോമിസ് അല്ലെങ്കിൽ ഗ്യാരണ്ടി എന്താണ്? ടു പുട്ട് ദ ഇൻഷുർഡ്, ആ ഒരു കടയെ സെയിം പൊസിഷൻ ഇൻ വിച്ച് ഹി വാസ് ഇമ്മീഡിയറ്റ്ലി പ്രിയോർ ടു ദി ഹാപ്പനിങ്. ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് നടക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ, ഇപ്പോൾ നമുക്കൊരു കാർ അപകടം പറ്റി, ഇൻഷുറൻസ് ഉണ്ട് കാറിന്, ആ ആക്സിഡൻറ്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് കാറിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നോ ആ ഒരു പരുവത്തിലാക്കി തരാം, അതേ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് തരാം. അതിനേക്കാളും മികച്ചതാക്കാമെന്നോ മോശമാക്കാമെന്നോ എന്നുള്ള ഉറപ്പല്ല പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. സെയിം പൊസിഷൻ ഇൻ വിച്ച് ഹി വാസ് ഇമ്മീഡിയറ്റ്ലി പ്രയോർ ടു ദി ഹാപ്പനിങ് ഓഫ് ദി അൺസർട്ടൺ ഇവൻറ്റ് എന്നുള്ളതാണ്, റൈറ്റ്? അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് ഇൻഡെമിനിറ്റിയുടെ കാര്യം. ഇൻഷുറൻസ് കോൺട്രാക്ട് ഈസ് നോട്ട് മെയ്ഡ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്, എൽസ് ഇറ്റ്സ് സോൾ പർപ്പസ് ഈസ് ഗിവൻ കോമ്പൻസേഷൻ ഇൻ കേസ് ഓഫ് എനി ഡാമേജ് ഓർ ലോസ്. അപ്പോൾ നമുക്കൊരു മെച്ചം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇൻഷുറൻസിൻ്റെ ഇത്. നമുക്കൊരു വണ്ടി അപകടം പറ്റി, നമ്മളുടെ വണ്ടി പഴയതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഒരു ലാഭമായി. അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ വണ്ടി ആക്സിഡൻറ്റിന് തൊട്ട് മുമ്പ് എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റേജിൽ എത്തിക്കുക.
ആ ഒരു ഡാമേജ് ഒഴിവാക്കി തരിക, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. സോ ഇൻ ഇൻഷുറൻസ് കോൺട്രാക്ട് ദി എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ പെയ്ഡ് ഈസ് ഇൻ പ്രപ്പോർഷൻ ടു ദി ഇൻകേർഡ് ലോസ്. നഷ്ടത്തിനനുസരിച്ചുള്ള കോമ്പൻസേഷനേ കൊടുക്കുകയുള്ളൂ, അതിൽ കൂടുതലും കുറവും കൊടുക്കില്ല. ദി എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് അഷ്വേർഡ് ഓർ ദി ആക്ച്വൽ ലോസസ് വിച്ച് എവർ ലെസ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ഒന്നെങ്കിൽ ഒരു ഇൻഷുറൻസിന് അഷ്വേർഡ് തുകയുണ്ടാകും, അതല്ലെങ്കിൽ നഷ്ടം എന്തൊക്കെ സംഭവിച്ചു അത് വാല്യൂ ചെയ്യും. ഇതിലേതാണോ കുറവ് ആ ഒരു എമൗണ്ട് ആയിരിക്കും കിട്ടുക. ഒരിക്കലും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് ഇൻഷുറൻസിനെ ആരും സമീപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിമിനിറ്റി വന്നത്. ദ കോമ്പൻസേഷൻ മസ്റ്റ് നോട്ട് ബി ലെസ് ഓർ മോർ ദാൻ ദി ആക്ച്വൽ ഡാമേജ്. The compensation is not paid if the specified loss does not happen due to particular reason during the specific. ആ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന റീസൺ കൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കോമ്പൻസേഷൻ. Thus insurance is only for giving protection against the losses and not making profit. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിമിനിറ്റി പ്രധാനമായിട്ടും പറയുന്നത്. However, in case of life insurance, the principle of indemnity does not apply because the value of human life cannot be measured in terms of money. അപ്പോൾ നഷ്ടം സംഭവിച്ചു, ആ നഷ്ടം എത്രയാണെന്ന് അസസ് ചെയ്തിട്ട് പൈസ കൊടുക്കുന്ന ഒരു പരിപാടിയാണല്ലോ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിമിനിറ്റി. ലൈഫ് ഇൻഷുറൻസിൽ ഇത് ബാധകമല്ല, ബിക്കോസ് വി കാൺ അസസ് ദി വാല്യൂ ഓഫ് ലൈഫ്. ആ ഒരു നഷ്ടം നമുക്ക്, അപ്പോൾ അത് അഷ്വേർഡ് തുകയുടെ ബേസിസിലായിരിക്കും ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഇൻഡിമിനിറ്റി ഉണ്ടാവുക. ഓക്കെ, നഷ്ടപരിഹാരം ഉണ്ടാവുക. സോ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷനാണ്. ഒരു എക്സാമ്പിൾ നോക്കുന്നതോടെ നമുക്ക് ആ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് വായിക്കാം. ദ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ഈസ് കൊറോളറലി ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിമിനിറ്റി. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദ കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റി. Under this principle, the insured can claim compensation only to the extent of actual loss either from one insurer or the other insurer. ഒന്ന് സങ്കല്പിക്കുക, ഒരു വ്യക്തിക്ക് 2 ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഇൻഷുറൻസ് ഉണ്ട് ഒരേ വസ്തുവിൻ്റെ മുകളിൽ. ആ വസ്തുവിന് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 2 പേരുടെയും ഈ തുക ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ ജോൺ ഇൻഷുവേഴ്സ് ഹിസ് പ്രോപ്പർട്ടി. അയാളുടെ ഒരു വീട് അയാൾ ഇൻഷുർ ചെയ്തു 1 ലക്ഷം രൂപയ്ക്ക്. 2 ഇൻഷുറൻസസ് 1 ലക്ഷം രൂപയാണ് അയാളുടെ ആ ഒരു പ്രോപ്പർട്ടിയുടെ വില, 1 ലക്ഷം രൂപ, റൈറ്റ്? ആ ഒരു പ്രോപ്പർട്ടി അയാൾ ഇൻഷുർ ചെയ്തു. AIG ലിമിറ്റഡിൽ അയാൾ 90,000 റുപ്പീസിന് ഇൻഷുർ ചെയ്തു, മെറ്റ് ലൈഫിൽ 60,000. അപ്പോൾ 2 ഇൻഷുറൻസ് കമ്പനിയിൽ അയാൾ 90,000-ലും 60,000-ലും ഇയാളുടെ 1 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി അയാൾ എന്ത് ചെയ്തു, ഇൻഷുർ ചെയ്തു. അയാൾക്ക് എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, ഈ ജോണിൻ്റെ ആക്ച്വൽ പ്രോപ്പർട്ടി, അയാളുടെ ആ 1 ലക്ഷം രൂപയുടെ വെറുത്തുള്ള പ്രോപ്പർട്ടിക്ക് ഒരു നഷ്ടം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് ഒക്കർ ചെയ്തിട്ട് 60,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടാകും. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾ AIG ലിമിറ്റഡിൽ 90,000-ൻ്റെയും മെറ്റ് ലൈഫിൽ 60,000-ൻ്റെയും ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ട്, റൈറ്റ്? 60,000 രൂപയുടെ നാശനഷ്ടം വന്നു. അപ്പോൾ ഇയാളുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? മിസ്റ്റർ ജോൺ ക്യാൻ ക്ലെയിം ദ ഫുൾ ലോസ് ഓഫ് 60,000 either from AIG or from MetLife. ഇയാൾക്ക് എന്താണെങ്കിലും 90,000 റുപ്പീസ് AIGയിലും 60,000 റുപ്പീസ് കവറേജ് മെറ്റ് ലൈഫിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2 നിന്നും ഇയാൾക്ക് എടുക്കാൻ സാധിക്കില്ല. അയാൾക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് 60,000 രൂപയാണ്. 60,000 രൂപ അയാൾക്ക് ഒന്നെങ്കിൽ AIGയിൽ നിന്ന് മാത്രമായിട്ട് 60,000 രൂപ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ മെറ്റ് ലൈഫിൽ നിന്ന് 60,000 രൂപ മെറ്റ് ലൈഫിൽ നിന്ന് മാത്രമായിട്ടും ക്ലെയിം ചെയ്യാം. അല്ലെങ്കിൽ ഒരു പാർട്ട് AIGയിൽ നിന്നും ഒരു പാർട്ട് മെറ്റ് ലൈഫിൽ നിന്നും. എന്താണെങ്കിലും ഒരു വസ്തുവിൻ്റെ മുകളിലുള്ള ഇൻഷുറൻസ് ആകുമ്പോൾ അയാൾക്ക് ആ ഒരു നഷ്ടം എത്ര സംഭവിച്ചോ അത് മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് സാരം. സോ ഹി ഹാസ് ഗോട്ട് ഫുൾ 2 ഓപ്ഷൻസ്. ഹി ക്യാൻ ക്ലെയിം ദ ഫുൾ എമൗണ്ട് 60,000 either from AIG or മെറ്റ് ലൈഫ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഹി ക്യാൻ ക്ലെയിം 36,000 ഫ്രം AIG and 24,000 ഫ്രം മെറ്റ് ലൈഫ്. സോ ഇഫ് ദ ഇൻഷുർഡ് ക്ലെയിംസ് ഫുൾ എമൗണ്ട് ഓഫ് അതിൽ വേറെ സംഗതിയുണ്ട്. ഇപ്പോൾ AIGയിൽ നിന്ന് 60,000 ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, AIGക്ക് വേണമെങ്കിൽ മെറ്റ് ലൈഫിൽ നിന്ന് ആ കോമ്പൻസേഷൻ തിരിച്ചു പിടിക്കാം. മെറ്റ് ലൈഫിൽ നിന്ന് ഇയാൾ ഫുൾ കോമ്പൻസേഷൻ മെറ്റ് ലൈഫിൽ നിന്നാണ് എടുത്തതെങ്കിൽ മെറ്റ് ലൈഫിൽ നിന്ന് വേണമെങ്കിൽ AIGയിൽ നിന്ന് വേണമെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇഫ് ഇൻഷുർഡ് ക്ലെയിംസ് ഫുൾ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ഫ്രം വൺ ഇൻഷുറർ, then he cannot claim the same compensation from the other insurer and make profit. Secondly, അതാണ് പറയുന്നത്, if one insurance company pays the full compensation, then it can recover the proportionate contribution from the other company also. ഇപ്പോൾ AIGയിൽ നിന്ന് മാത്രമാണ് 60,000 ജോൺ ക്ലെയിം ചെയ്തതെങ്കിൽ AIGക്ക് മെറ്റ് ലൈഫിൽ നിന്നും കൂടി പ്രപ്പോർഷനേറ്റ് ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്യാം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ പറയുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ.
Principle of subrogation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is only applicable to fire and marine insurance, and it is the transfer of rights and remedies to the insured to the insurer who has indemnified the insured in respect of loss. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഷുർഡിന് ഒരു നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാശനഷ്ടം ഇൻഷുറർ കമ്പനി നികത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു വസ്തുവിൻ്റെ ഇതിൻ്റെ മുകളിലുള്ള അവകാശവും അതിൻ്റെ മുകളിൽ കേസ് പറയാനുള്ള റൈറ്റും ഒക്കെ ഇൻഷുറൻസ് കമ്പനിക്ക് പോകും. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ദി റൈറ്റ് ആൻഡ് റെമഡീസ് ഓഫ് ദി ഇൻഷുർഡ് ടു ദി ഇൻഷുറർ കമ്പനി. അതെന്താ പറയുന്നത് എന്നുള്ളൊരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. മിസ്റ്റർ ജോൺ ആസ് എ ഹൗസ്, മിസ്റ്റർ ജോണിന് $1 മില്യൺ ഒരു വീടുണ്ടെന്ന് കരുതുക. ആ വീട് മുഴുവൻ നൈബറായിട്ടുള്ള ടോമിൻ്റെ അശ്രദ്ധ കൊണ്ട് കത്തിപ്പോയെന്ന് കരുതുക, നശിപ്പിച്ചു എന്ന് കരുതുക. ഇൻഷുറൻസ് കമ്പനി ഷാൽ സെറ്റിൽ ജോൺ ബൈ പേയിങ് $1 മില്യൺ. ആ ഒരു വീട് $1 മില്യനാണ്. ആ ഒരു $1 മില്യൺ നൈബറായിട്ടുള്ള ടോമിൻ്റെ അശ്രദ്ധ കൊണ്ട് പോയി. സോ ഇൻഷുറൻസ് കമ്പനി ഉടനെ തന്നെ ജോണിനെ സെറ്റിൽ ചെയ്യാണ് $1 മില്യൺ കൊടുത്ത്. $1 മില്യൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് കമ്പനി പിന്നെ ജോണിൻ്റെ എന്താ പറയുക, ഹീ ഈസ് ഗെറ്റിംഗ് സ്റ്റെപ്ഡ് ഇൻ ടു ഹിസ് ഷൂസ് എന്നാണ് പറയുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോണിൻ്റെ സ്ഥാനത്ത് നിന്ന് ബാക്കി പരിപാടികൾ ചെയ്യും. ജോൺ എന്ത് ചെയ്യും? ടോമാണ് നശിപ്പിച്ചത് അല്ലേ? അപ്പോൾ ആ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? അറ്റ് ദ സെയിം ടൈം ഹീ ക്യാൻ ഫയൽ എ ലോ സ്യൂട്ട് അഗെയിൻസ്റ്റ് മിസ്റ്റർ ടോം നൈബർ ഫോർ $1.2 മില്യൺ, ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഹൗസ്. അപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ $1.2 മില്യൺ ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കേസ് ടോമിനെതിരെ കൊടുക്കാം. ആര് കൊടുക്കുന്നു? ജോണല്ല കൊടുക്കുന്നത്, ഇൻഷുറൻസ് കമ്പനിയാണ്. ജോണിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇൻഷുറൻസ് കമ്പനിക്ക് കേസ് കൊടുക്കാം. ഇഫ് ദ ഇൻഷുറൻസ് കമ്പനി വിൻസ് ദ കേസ് ആൻഡ് കളക്ട്സ് $1.2 മില്യൺ ഫ്രം ടോം, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി വിൽ റിറ്റെയിൻ ദ $1 മില്യൺ വിച്ച് ഈസ് ഓൾറെഡി പെയ്ഡ് ടു ദി ഓണർ ജോൺ പ്ലസ് അതർ എക്സ്പെൻസസ് സച്ച് ആസ് കോർട്ട് ഫീസ്. ബാലൻസ് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടോമിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ജോണിന് കൊടുക്കണം എന്നുള്ളതാണ്. ദ ബാലൻസ് എമൗണ്ട് ഇഫ് എനി വിൽ ബി ഗിവൺ ടു മിസ്റ്റർ ജോൺ ഇൻഷുർ. സോ സബ്രഗേഷൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ പേയിങ് ദ ഇൻഷുർഡ് ദ കോമ്പൻസേഷൻ, ദ ഇൻഷുറർ കമ്പനി സ്റ്റെപ്പിംഗ് ഇൻ ടു ദി ഷൂസ് ഓഫ് ദി ഇൻഷുർഡ്. അയാൾ കോമ്പൻസേഷൻ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്തുവിൻ്റെ മുകളിലുള്ള ഒരു കേസ് നടത്താനും മറ്റുള്ള അധികാരവും ആർക്ക് പോകുന്നു? ഇൻഷുർഡിൻ്റെ കയ്യിൽ നിന്നും കമ്പനിക്ക് പോകുന്നു എന്നുള്ളതാണ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ. ഇത് പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ് ഓർ ലോസ് മിനിമൈസേഷൻ. ഇതെന്താ പറയുന്നത്? ഒരു നാശനഷ്ടം സംഭവിക്കുമ്പോൾ അത് മാക്സിമം ആ നാശനഷ്ടം കുറയ്ക്കാനുള്ള ഒരു ലൈബിലിറ്റി ആ ഒരു പർട്ടിക്കുലർ ഇൻഷുർഡിനുണ്ട്. അതല്ലാതെ ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്നാൽ ഇനി എന്ത് സംഭവിച്ചോട്ടെ എന്ന് കരുതി നോക്കി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലോസ് മിനിമൈസേഷൻ, മിറ്റിഗേഷൻ ഓഫ് ലോസ് പറയുന്നത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഇൻഷുർഡ് ടു പ്രൊട്ടക്ട് ഹിസ് ഇൻഷുർഡ് പ്രോപ്പർട്ടി ആൻഡ് അവോയ്ഡ് ഫർദർ ലോസസ് ബട്ട് ഡോണ്ട് റിസ്ക് ലൈഫ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജോണിൻ്റെ ഒരു വീടുണ്ട്. ആ വീട് ഷോർട്ട് സർക്യൂട്ട് വഴി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ഇൻ ദിസ് ട്രാജിക് സിനാരിയോ ഹി ഷുഡ് ട്രൈ ഹിസ് ലെവൽ ബെസ്റ്റ് ടു സ്റ്റോപ്പ് ദ ഫയർ ബൈ ഓൾ മീൻസ്. അയാൾ നിയറസ്റ്റ് ഫയർ സ്റ്റേഷൻ വിളിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. അതല്ലാതെ അയാൾ ഹി മസ്റ്റ് നോട്ട് റിമെയിൻ ഇൻആക്റ്റീവ് ആൻഡ് വാച്ച് ദ ഹൗസ് ബേണിംഗ് ഹോപ്പിംഗ് വൈ ഷുഡ് ഐ വറി, ഐ ഹാവ് ഇൻഷുർഡ് മൈ ഹൗസ്. അപ്പോൾ പരമാവധി നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇയാളുടെ അടുത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ് അല്ലെങ്കിൽ ലോസ് മിനിമൈസേഷൻ പറയുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ, ദാറ്റ് മീൻസ് ദ നിയറസ്റ്റ് കോസ്. ഈ ഒരു സംഗതി പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് the loss of the insured property can be caused by more than one cause in succession to another. The property may be insured against some causes and not against the all causes. In such instances, the proximate cause or the nearest cause of loss is found. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാരണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആ എഗ്രിമെൻറ്റിൽ കോൺട്രാക്റ്റിൽ പറയാത്ത കാരണങ്ങളാൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്ലെയിം കിട്ടിക്കോളുന്നില്ല. അപ്പോൾ ഈ കോസസ് ഓഫ് ഡിസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും അടുത്ത നിയറസ്റ്റ് കോസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം ഒരു എക്സാമ്പിൾ. ഒരു കാർഗോ ഷിപ്പ് ഇറ്റ് ഗോട്ട് പഞ്ചേർഡ് ഡ്യൂ ടു റാറ്റ്സ് ആൻഡ് സോ സീ വാട്ടർ എൻ്റേർഡ് ദ കാർഗോ ആൻഡ് ഡാമേജ്ഡ്. ഒരു കാർഗോ ഷിപ്പ് അതിൽ ഡാമേജായി, അതിൻ്റെ കാർഗോ മുഴുവൻ ഡാമേജായി. എലികൾ കാരണം അത് പഞ്ചേർഡായി, അതിലൂടെ സീ വാട്ടർ കയറി ഡാമേജായി. ഹിയർ ദർ ആർ ടു കോസസ് ഫോർ ദ ഡാമേജ്. ഒന്ന് എലി കരണ്ടതും മറ്റേത് വെള്ളം കയറിയതും. അപ്പോൾ ഇതിൽ
വെള്ളം കയറി നശിക്കുന്നത്, രണ്ട് കേസ് എടുക്കുക. വെള്ളം കയറി നശിക്കുന്നത് എന്താ പറയുക, കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന ഒരു കേസും ഇല്ല എന്നൊരു കേസും കരുതുക. ഇതിൽ റാറ്റ് കടിച്ചതാണോ വെള്ളം കയറിയതാണോ കാർഗോ നശിക്കാൻ പ്രധാന കാരണമായത്, അല്ലെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് കോസ് റാറ്റ് കടിച്ചതിനേക്കാൾ ഉപരിയായിട്ട് വെള്ളമാണ് കയറിയതാണ്. അപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റിൽ നിയറസ്റ്റ് കോസ പ്രോക്സിമ പ്രകാരം ഏതാണ്? വെള്ളം കയറി നശിച്ചതാണ് പ്രധാന കാരണം. നിയറസ്റ്റ് കോസ നമ്മൾ കോൺട്രാക്റ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടും. വെള്ളം കയറി നശിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടും. അത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ദ നിയറസ്റ്റ് കോസ് ഓഫ് ഡാമേജ് ഈസ് സീ വാട്ടർ വിച്ച് ഈസ് ഇൻഷുർഡ് ആൻഡ് ദെയർഫോർ ദ ഇൻഷുറർ മസ്റ്റ് പേ ദ കോമ്പൻസേഷൻ. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു നാശനഷ്ടം ഉണ്ടാകുന്നത്. അതിൽ ആ കാരണങ്ങളെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ, അതിൽ നിയറസ്റ്റ് കോസ് ഏതാണെന്നുള്ളത് പരിശോധിക്കും. നിയറസ്റ്റ് കോസ് ഇൻഷുർ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ പൈസ കിട്ടിക്കോളുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനമായിട്ടും. ഹൗവർ ഇൻ ലൈഫ് ഇൻഷുറൻസ് പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. നമ്മൾ പലതും നോക്കി. അടുത്തത് നമ്മൾ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്. അതിൽ ലൈഫ് ഇൻഷുറൻസ് അല്ലാതെ ബാക്കിയുള്ളതെല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്ത് വരുന്നതാണ് ജനറൽ ഇൻഷുറൻസ് എന്നുള്ളത് ഓർക്കുക. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ദ പോളിസി ഹോൾഡർ ഇൻഷുർഡ് ഇൻ വിച്ച് ദ ഇൻഷുറർ ഗ്യാരണ്ടീസ് പേയ്മെൻറ്റ് ഓഫ് എ ഡെത്ത് ബെനിഫിറ്റ് ഇൻ ടു ദ നെയിംഡ് ബെനിഫിഷ്യറീസ് അപ്പോൺ ദ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ്. ഇൻഷുർഡ് മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറർ കമ്പനി ഈ ബെനിഫിഷ്യറീസിന് ഒരു പൈസ കൊടുത്തോളാം എന്നുള്ളൊരു ഉറപ്പാണ്, ഒരു കോൺട്രാക്റ്റാണ്. ദ ഇൻഷുറൻസ് കമ്പനി പ്രോമിസസ് എ ഡെത്ത് ബെനിഫിറ്റ് ഇൻ കൺസിഡറേഷൻ ഓഫ് ദി പേയ്മെൻറ്റ് പ്രീമിയം ബൈ ദ ഇൻഷുർഡ്. കൃത്യമായിട്ട് നമ്മൾ പ്രീമിയം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് വരികയാണെങ്കിൽ നമ്മളുടെ ബെനിഫിഷ്യറീസിന് ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസ്ക് ഹെഡ്ജ് ചെയ്യാനുള്ള വഴിയാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസിൽ സം അഷ്യൂർഡ് ഈസ് പേയബിൾ ഓൺലി ഇൻ ദ ഇവൻറ്റ് ഓഫ് ഡെത്ത് ഡ്യൂറിങ് ദ ടേം. നമുക്കൊന്നെങ്കിൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സം അഷ്യൂർഡ് തുക കിട്ടും. ഇനി നമ്മൾ മരണപ്പെട്ടില്ലെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടച്ച പ്രീമിയം അടക്കമുള്ള സം അഷ്യൂർഡ് തുക ഇൻ കേസ് ഓഫ് സർവൈവൽ ദ കോൺട്രാക്ട് കംസ് ടു എൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ടേം. ആ സമയത്ത് നമുക്ക് പൈസ കിട്ടും. ലോ പ്രീമിയം ആസ് ഓൺലി ഡെത്ത് റിസ്ക്. നമുക്ക് എപ്പോഴും ഡെത്ത് റിസ്ക്കാണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ തുകകളൊന്നും പ്രീമിയം ലൈഫ് ഇൻഷുറൻസിന് ഉണ്ടാവില്ല. അതിൻ്റെ ടേം എന്ന് പറയുന്നത് 1 വർഷം മുതൽ 40 വർഷം വരെയൊക്കെയുള്ള ലൈഫ് ഇൻഷുറൻസ് ഇൻഷുറൻസുകളുണ്ട്. മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, മറൈൻ ഈസ് കണക്റ്റഡ് വിത്ത് സീ, റൈറ്റ്, വാട്ടർ. Marine insurance has been defined as a contract between the insurer and insured whereby the insurer undertakes to indemnify the insured in a manner and to interest thereby agreed against the marine losses and incident to marine adventure. അപ്പോൾ മറൈൻ ലോസസോ മറൈൻ അഡ്വഞ്ചറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വാട്ടറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദ ഇൻഷുർഡ് പ്രോമിസസ് ടു കോമ്പൻസേറ്റ് ദ ഇൻഷുറർ പ്രോമിസസ് ടു കോമ്പൻസേറ്റ് ദ ഇൻഷുർഡ്. അതാണ് മറൈൻ ഇൻഷുറൻസ്. മറൈൻ അഡ്വഞ്ചറോ മറൈൻ ആക്ടിവിറ്റീസോ വഴിയായിട്ടുണ്ടാകുന്ന ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ്സ്. സോ മറൈൻ ഇൻഷുറൻസ് കവേഴ്സ് ദ ലോസ് ഓർ ഡാമേജ് ഓഫ് ഷിപ്പ്, cargo, terminal and by transport by which the property is transferred, acquired or held between the point of origin and the final destination. അപ്പോൾ പോയിന്റ് ഓഫ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ വോയേജ്. അപ്പോൾ സീയുമായി ബന്ധപ്പെട്ട വാട്ടറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാമെന്നുള്ള ഇൻഷുററിൻ്റെ വാക്കാണ് ഇൻഷുർഡിന്. അതാണ് മറൈൻ ഇൻഷുറൻസ്. ഇതിൽ കുറേ പോളിസികളുണ്ട്. വോയേജ് പോളിസി, ടൈം പോളിസി, മിക്സഡ് പോളിസി, ഓപ്പൺ, അൺവാല്യൂഡ്, വാല്യൂഡ്, ഫ്ലോട്ടിംഗ് പോളിസി. അപ്പോൾ എന്തൊക്കെയാണ് വോയേജ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇറ്റ് ഈസ് എ പോളിസി ഇൻ വിച്ച് ഇറ്റ്സ് കൈൻഡ് ഓഫ് മറൈൻ ഇൻഷുറൻസ് പോളിസി വിച്ച് ഈസ് വാലിഡ് ഫോർ എ പർട്ടിക്കുലർ വോയേജ്. ഇപ്പോൾ നമ്മൾ ഒരു കൊച്ചി തുറമുഖത്ത് നിന്ന് വിശാഖപട്ടണം തുറമുഖത്തേക്ക് പോകുമ്പോൾ മാത്രം ഉള്ളൊരു പോളിസിയാണ് ഈ വോയേജ് പോളിസി എന്ന് പറയുന്നത്. ഒരു വോയേജിന് മാത്രം കണക്കാക്കപ്പെടുന്ന ഒരു പോളിസി. ടൈം പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ വോയേജ് അല്ല പറയുന്നത്, 1 വർഷം അല്ലെങ്കിൽ 2 വർഷം, ഈ ഒരു പീരീഡ് തൊട്ട് ഈ ഒരു പീരീഡ് വരെ ഈ പോളിസി ഉണ്ടെങ്കിൽ അത് ടൈം പോളിസിയാണ്. മറ്റേത് ഒരു വോയേജ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു പോയിന്റ് ഓഫ് ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ മാത്രമേ വോയേജ് പോളിസി വരുന്നുള്ളൂ. ടൈം പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പീരീഡാണ് പറയുന്നത്. മിക്സഡ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ മിക്സർ ഓഫ് വോയേജ് പോളിസി ആൻഡ് ടൈം പോളിസി. ഓപ്പൺ ഓർ അൺവാല്യൂഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ദി കാർഗോ ആൻഡ് ദ കൺസൈൻമെൻറ്റ് ഈസ് നോട്ട് പുട്ട് ഡൗൺ ഇൻ ദ പോളിസി ബിഫോർ ഹാൻഡ്.
ദെർഫോർ റീഇംബേഴ്സ്മെൻറ്റ് ആഫ്റ്റർ ലോസ്. അപ്പോൾ ഓപ്പൺ ഓർ അൺവാല്യൂഡ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർഗോ അല്ലെങ്കിൽ ഒരു ഷിപ്പ് വോയേജ് തുടങ്ങുന്നതിന് മുമ്പ് അതിലുള്ള സാധനങ്ങളുടെ വിലയോ വാല്യൂയോ നമ്മൾ അസസ് ചെയ്യുന്നില്ല ആ പോളിസിയിൽ. വല്ല നാശനഷ്ടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് അസസ് ചെയ്യുന്നതും അതിൻ്റെ നാശനഷ്ടം ഇൻഡിമിനിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. വാല്യൂഡ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺസൈൻമെൻറ്റ് അതിൻ്റെ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കാർഗോയും കൺസൈൻമെൻറ്റിൻ്റെയൊക്കെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടാകും ബിഫോർ ഹാൻഡ്. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ദാറ്റ് അതായിരിക്കും നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കുക. ഫ്ലോട്ടിംഗ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറൈൻ ഇൻഷുറൻസ് പോളിസി വെർബൈ ഓൺലി ദി എമൗണ്ട് ഓഫ് ക്ലെയിം ഈസ് സ്പെസിഫൈഡ് in it. All other details are omitted till the time the ship embarks on its journey. അതാണ് ഫ്ലോട്ടിംഗ് പോളിസി. ആകെ ക്ലെയിം തുക മാത്രമേ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ, ബാക്കിയൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് ഫ്ലോട്ടിംഗ് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പറയുന്നത് ഫയർ ഇൻഷുറൻസ് ആണ്. ഫയർ ഇൻഷുറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തീയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻഷുർഡിനെ ഇൻഷുർ ചെയ്യാമെന്ന് പറയുന്ന ഒരു പോളിസിയാണ് ഫയർ ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇൻഷുറൻസ് വിച്ച് കവേഴ്സ് ഡാമേജസ് ആൻഡ് ലോസ് കോസ്ഡ് ബൈ ഫയർ. Fire insurance helps to cover the risk and loss of property caused by fire accidentally or unintentionally. മനഃപൂർവ്വമുള്ളതല്ല. A fire insurance policy covers the loss that the insurer may suffer due to destruction of or damage to property or goods caused by fire during the specified period and up to agreed amount. The policy specifies the maximum amount which the insurer can claim in the case of loss. And fire insurance. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് ഇസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജ് ദാറ്റ് പേയ്സ് ദ മെഡിക്കൽ ഓർ സർജിക്കൽ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ ഇൻഷുർഡ്. Health insurance can reimburse the insured for expenses incurred from illness or injury or pay the care provider directly. It is often included in the employer benefit packages. The cost of health insurance premium is deductible to the payer and tax benefit is there. നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിനൊക്കെ ചേർന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ്, അതിന് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം നമുക്ക് ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് നമുക്ക് കുറയ്ക്കാം. ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ചിലപ്പോൾ നേരിട്ട് ഒരു ആശുപത്രി ചെല്ലുമ്പോൾ നമ്മളുടെ തുക അവർ മെഡിക്കൽ ഇൻഷുറൻസ് സ്കീമിൽ ഡിഡക്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവുമായിരിക്കും. അതല്ല, നമ്മൾ ഇൻകർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ഉണ്ടാകും. അതാണ് മെഡിക്കൽ ഇൻഷുറൻസ്. ജനറൽ ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? all other non-life insurance policies including automobile, homeowner policy provide payment depending on the loss of particular financial event. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് അല്ലാതെ മറ്റുള്ളതെല്ലാം കൂടി കൂട്ടിയതാണ് നമ്മൾ ഈ ജനറൽ ഇൻഷുറൻസ് എന്നുള്ള ടേം വരുന്നത്. ഇറ്റ് ഈസ് കോൾഡ് പ്രോപ്പർട്ടി ആൻഡ് കാഷ്വാലിറ്റി ഇൻഷുറൻസ് ഇൻ US ആൻഡ് കാനഡ ആൻഡ് നോൺ ലൈഫ് ഇൻഷുറൻസ് ഇൻ കോണ്ടിനെൻ്റൽ യൂറോപ്പ്. അപ്പോൾ ജനറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ലൈഫ് ഇൻഷുറൻസ് ആയിട്ടുള്ള എല്ലാ ഇൻഷുറൻസും കൂടി ഗ്രൂപ്പ് ചെയ്തതാണ് ഈ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ മീനിങ്, ഫോം, ടേം ഓഫ് കോൺട്രാക്ട്, ഇൻഷുറൻസ് ക്ലെയിം, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, പോളിസി വാല്യൂ ഒക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് മീനിങ്? ലൈഫ് ഇൻഷുറൻസ് എങ്ങനെയാണ്? ഇറ്റ്സ് എ ഇൻഷുറൻസ് കോൺട്രാക്ട് വിച്ച് കവേഴ്സ് ദ ലൈഫ് റിസ്ക് ഓഫ് ദി പേഴ്സൺ. മറ്റേതോ ജനറൽ ഇൻഷുറൻസോ ഇറ്റ് ഈസ് ആൻ ഇൻഷുറൻസ് വിച്ച് ഈസ് നോട്ട് കവേർഡ് അണ്ടർ ലൈഫ് ഇൻഷുറൻസ്. പിന്നെ ലൈഫ് ഇൻഷുറൻസ് പ്രധാനമായിട്ടും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം നമുക്ക് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടല്ല കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്, റൈറ്റ്? സോ ഇറ്റ്സ് എ കോൺട്രാക്ട് ഓഫ് ഇൻറ്റിമിനിറ്റിയാണ്. മറ്റേ ജനറൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നഷ്ടപരിഹാരത്തിൻ്റെയാണ്. പിന്നെ അതേപോലെ ലൈഫ് ഇൻഷുറൻസ് ലോങ് ടേം ആണ്, ഷോർട്ട് ടേം ആണ് ജനറൽ ഇൻഷുറൻസ്. അങ്ങനെ പല ഡിഫറൻസുകളാണ്. സോ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നതോ അതേപോലെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, പോളിസി വാല്യൂ, ഇങ്ങനെ പല ഡിഫറൻസ് ഉണ്ട് ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഹോൾ സം ഓഫ് ദിസ് പർട്ടിക്കുലർ ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇൻഷുറൻസ്. താങ്ക് യു.